ലൈറ്റ്സ് ഓൺ. ഓക്കെ, ഞാൻ റോക്കി. ഇത് ടച്ച് ഓഫിംഗ് ടാറ്റൂ സ്കൂൾ ആൻഡ് സ്റ്റുഡിയോ. ഒരു ടാറ്റൂ ജേണി പാർട്ട് 5 ആണിത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ആദ്യം മേഘ്ന എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ്, നമ്മുടെ ഒരു ടാറ്റൂ ക്ലയൻ്റാണ്. പുള്ളിക്കാരി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞ് റോക്കിക്ക് ഇതൊന്ന് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് അതിലോട്ട് കടക്കാം. ചോദ്യം 1, എല്ലാവർക്കും ടാറ്റൂ ചെയ്യാൻ പറ്റുമോ? എല്ലാവരുടെ സ്കിന്നിലും ടാറ്റൂ ആപ്റ്റ് ആകുമോ? ടാറ്റൂ ചെയ്താൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ? ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ MRI എടുക്കാൻ പറ്റുമോ? MRI സ്കാൻ എടുക്കുമ്പോഴത്തേക്കും ടാറ്റൂ മെൽറ്റായി പോകാനുള്ള കാരണം എന്താണ്? ഹൈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ടാറ്റൂ ചെയ്യാൻ പറ്റുമോ? കിലോയിഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ടാറ്റൂ ചെയ്യാൻ പറ്റുമോ? ബേൺ മാർക്ക്, സ്റ്റിച്ച് മാർക്ക് മുതലായ ഭാഗങ്ങൾ ടാറ്റൂ ചെയ്ത് മറയ്ക്കാൻ കഴിയുമോ? എല്ലാ ടാറ്റൂവും എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാത്തത്? ടാറ്റൂ ഫെയ്ഡായി പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ടാറ്റൂ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഹൈജീൻ പ്രോസസ്സ് എന്തൊക്കെയാണ്? ഹൈജീൻ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഒരു ടാറ്റൂ ചെയ്യുന്നതിന് മുമ്പ് അത് ആര് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 പോകുക. എല്ലാവർക്കും ടാറ്റൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവർക്കും ടാറ്റൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ ഉത്തരം എല്ലാവർക്കും ടാറ്റൂ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലി ടാറ്റൂ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഇതിലിപ്പം മെയിൽ, ഫീമെയിൽ, അതല്ലെങ്കിൽ ഇപ്പം ഏജ് കാറ്റഗറി നമുക്ക് എത്ര വയസ്സ് വരെ ടാറ്റൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ ഏകദേശം 60, 70, 75 വയസ്സായ ആൾക്കാരൊക്കെ വന്ന് ടാറ്റൂ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രായം ഉള്ള ആൾക്കാർ, ഏജ് ജസ്റ്റ് നമ്പർ എന്നല്ലേ. അതുകൊണ്ട് തന്നെ ടാറ്റൂവിന് അങ്ങനെ മാനദണ്ഡങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് ബ്ലാക്ക് ആണോ, വൈറ്റ് ആണോ, ഗ്രേ ആണോ, സോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റൂ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ എല്ലാവർക്കും ടാറ്റൂ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നാണ്. സോ ക്യാൻസർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വലിയൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിയോൺ ഇങ്ക് നമ്മൾ കാണുന്നുണ്ട്. നിയോൺ ഇങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഇങ്ക് ഉണ്ടല്ലോ, ആ ഇങ്ക് ഓൾ വേൾഡിൽ ടാറ്റൂ ബാൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഇങ്ക് ടാറ്റൂവിൽ ക്യാൻസർ വരാനുള്ള ചാൻസസും ഉണ്ട്. നിയോൺ ഇങ്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ മെയ്ഡായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത മെറ്റാലിക് ഇങ്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ടാറ്റൂ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ടാറ്റൂ സ്റ്റുഡിയോയിൽ പോകുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ടാറ്റൂ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ നിങ്ങളെ ടോട്ടൽ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടാറ്റൂ എമൗണ്ട് പറയുന്നത് ഒരു 10,000 rupees. അതേ ടാറ്റൂ തന്നെ നിങ്ങളൊരു 2,000 ചെയ്ത് തരാമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഇത് വേണോ വേണ്ടേന്ന്. കാര്യം ഒരു പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് ക്വാണ്ടം ഇങ്ക് എന്ന് പറയുന്ന ഇങ്ക്, അതുപോലെ ഡൈനാമിക്കിൻ്റെ ഇങ്ക്, അതുപോലെ ഉള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇങ്കുകൾ വരുന്നുണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. അത് വേഗൻ ഇങ്കാണ്. വേഗൻ ഇങ്ക് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റൽ കണ്ടൻറ്റ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ വെജ് ഇങ്ക് സേഫ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സ്റ്റുഡിയോ, ബാക്കിയുള്ള നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത ടാറ്റൂ ചെയ്താലില്ല. കാര്യം ഞാനൊക്കെ ടാറ്റൂ ചെയ്തിട്ട് തന്നെ ഒരു 10-15 വർഷമായി, എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. ടാറ്റൂ എന്തുകൊണ്ടാണ് മെൽറ്റ് ആവുന്നത്, MRI എടുക്കുമ്പോഴത്തേക്ക് മെൽറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ തന്നെയാണ്. ഇങ്കിൽ തന്നെ മെറ്റാലിക് ഇങ്ക് വരുന്നുണ്ട്, അതായത് മെറ്റൽ കണ്ടൻറ്റ് കൂടിയ ഇങ്ക്. അപ്പം മെറ്റാലിക് ഇങ്ക് വെച്ചിട്ടാണ് നമ്മൾ ടാറ്റൂ ചെയ്യുന്നതെങ്കിൽ റേഡിയേഷൻ കൊണ്ട് ഈ ഇങ്ക് ബട്ടർ മെൽറ്റ് ആവും പോലെ മെൽറ്റ് ആവുകയും ഫുള്ള് ഇപ്പം നമ്മളൊരു ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ കംപ്ലീറ്റ് മെൽറ്റായി നമ്മളെ ടാറ്റൂ കംപ്ലീറ്റ് കുളമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നോട്ട് മെറ്റാലിക് വേഗൻ ഇങ്ക് ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ടാറ്റൂ ചെയ്താൽ അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ല. ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ കൂടെ ഞാൻ പറയാം. അത് ടാറ്റൂ ചെയ്താൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആൾക്കാർക്കുള്ള കൺഫ്യൂഷനാണ്. ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ അതായത് വേഗൻ ഇങ്ക് വെച്ചിട്ടാണ് ടാറ്റൂ ചെയ്യണമെങ്കിൽ 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 6 മാസം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ നോർമൽ ഇതായിട്ട് ബ്ലഡുമായിട്ട് ഇത് ടാലി ആവും. സോ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. വേഗൻ ഇങ്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം 90 ദിവസം കഴിഞ്ഞിട്ട്. ടാറ്റൂ ചെയ്യുമ്പോൾ ഫെയ്ഡായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്?
ഒന്നാമത്തെ കാരണം ആഫ്റ്റർ കെയർ. പ്രോപ്പറായിട്ട് നിങ്ങൾ ആഫ്റ്റർ കെയർ ചെയ്തില്ലെങ്കിൽ ടാറ്റു ഫേഡ് ആവും. അതായത് ഒരു ടാറ്റു ആർട്ടിസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ടാറ്റു ഡെയിലി ഒരു 2 times വൃത്തിയാക്കുക, അതുപോലെ തന്നെ അതിൽ AND അപ്ലൈ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക. അത് നമുക്കൊരു ഊണ്ടാണ്, നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് സ്ക്രാച്ച് ആയിരിക്കണം. അപ്പോൾ ആ ഊണ്ടിൽ പ്രത്യേകം പൊടി കാര്യങ്ങൾ അഴുക്ക് ഇതൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ഊണ്ട് ഇൻഫെക്ഷൻ ആവും. സോ ഇങ്ക് ലോസ് ആവുന്നതിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓട്ടിച്ച് പറയാം, അല്ലെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോൾ. ഇങ്ക് ഫേഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു ഫോറിൻ ബോഡിയാണ് ഇങ്ക്. പുറത്തുനിന്നുള്ളൊരു വസ്തു നമ്മുടെ ബോഡിയിലോട്ട് നിക്ഷേപിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസ് ഇതിനെ ഡിഫെൻഡ് ചെയ്യും, അതായത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ആദ്യത്തെ 7, 14, 21, 45 ദിവസം കൊണ്ട് അവർ മാക്സിമം ഇങ്ക് ഫേഡ് ആക്കാൻ വേണ്ടി നോക്കുക. അതായത് ഇങ്കിനെ നമ്മളെ ബോഡിയിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആഫ്റ്റർ അവർക്ക് മനസ്സിലാവും ഇല്ല പ്രശ്നമില്ല, ഈ ഇങ്ക് ബോഡിയിൽ ഇരുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കോ നമ്മുടെ വേറെ പ്രശ്നങ്ങൾക്കോ ഒന്നും ഉള്ള ബോഡിക്ക് ഒരു പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ബാക്ടീരിയാസ് നമ്മൾ ഇങ്കിനെ നശിപ്പിക്കുക നിർത്തുകയും പിന്നെ ഇങ്ക് ഫേഡ് ആവാതെ തന്നെ ബാക്കിയുള്ള ഇങ്ക് നമുക്ക് കിട്ടും. അതായത് എല്ലാ ടാറ്റുവും 10 to 35% ഫേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗൻ ഇങ്ക് യൂസ് ചെയ്ത് ടാറ്റു ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് റീടച്ച് ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10% ഇങ്ക് മാത്രമേ മിസ്സാവുള്ളൂ. കാര്യം അത് ഫോറിൻ ബോഡിയല്ല, ഓൾറെഡി നമ്മളെ ബോഡിയിൽ അറ്റാച്ചായി നമ്മളെ ബ്രെയിനിന് അറിയാം വീണ്ടും വരുന്ന സാധനം അത് ഇങ്കാണ്, അത് നമ്മളെ ബോഡിക്ക് പ്രശ്നം വരത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേഡ് രണ്ടാമത് റീടച്ച് ചെയ്യുമ്പോഴത്തേക്കും 10% മാത്രമേ ഫേഡ് ആവത്തുള്ളൂ. നിങ്ങൾ ടാറ്റു ഫേഡ് ആവാതെ റീടച്ച് വഴി സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, ബേൺ മാർക്ക്, സ്റ്റിച്ച് മാർക്ക് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ടാറ്റുള്ള കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. കാര്യം അതൊരു പിന്നെ പ്രോപ്പറായിട്ടുള്ള ഇപ്പം PMU പിഗ്മെൻറ്റേഷൻ, പെർമനൻറ്റ് മേക്കപ്പ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റു 100% നമുക്ക് ഓൾഡ് ടാറ്റു മുതൽ അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള എന്ത് പാടുകളും നമുക്ക് ടാറ്റുവിലൂടെ നല്ല ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പം അതിനുള്ള ഒരു ഉത്തരമായിരുന്നു പ്രതീക്ഷിക്കുന്നു. ഡയബറ്റീസ് ഉള്ളവർക്ക് ടാറ്റു ചെയ്യാൻ പറ്റുമോ, ഹൈ അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് ടാറ്റു ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു അലർജിക് പേഴ്സൺ ആണ്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സ്കിന്ന് അതുപോലെ ഇഞ്ചക്ഷൻ അതുപോലെ മെഡിസിൻ ഡ്രഗ്സ് ഇതൊക്കെ എന്താണെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്ന ടാറ്റൂസ് അങ്ങനെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുകയും 24 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടാറ്റു ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പം അലർജി സ്കിന്നുള്ള ഇതായി നമുക്ക് പാച്ച് ടെസ്റ്റ് വഴി നമുക്ക് ഉറപ്പുവരുത്താം നമുക്ക് പ്രോബ്ലം ഉണ്ടാവത്തില്ല എന്ന്. പിന്നെ അതുപോലെ തന്നെ കിലോയിഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ടാറ്റു ചെയ്യുമ്പോൾ സ്കിന്നിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ സ്കിന്ന് ഊണ്ടാവാൻ അല്ലെങ്കിൽ കിലോയിഡ് പോലെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം. നമ്മളിവിടെ ഹൈലി കിലോയിഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ടാറ്റു ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. കാര്യം ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ, കാര്യം നമ്മൾ ഡെർമിസ് എപ്പിഡെർമിസിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ലെയറിൽ മൈക്രോ മില്ലിഗ്രാം അളവിലുള്ള ചെറിയൊരു സ്ക്രാച്ചിനോട് അകത്ത് ഇങ്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ടാറ്റു ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിലോയിഡ് ടെൻഡൻസി ഉണ്ടാവത്തില്ല. അത് ഞങ്ങൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ നമ്മളൊരു ടാറ്റു ചെയ്യുന്നതിന് മുമ്പ് പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡിയോ ഹൈജീൻ, ആ സ്റ്റുഡിയോ എങ്ങനെയാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്, ഹൈജീൻ പ്രോപ്പറാണോ, അവർ സറൗണ്ട് നോക്കുക, വേസ്റ്റ് കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടോ, സോ അവരെടുക്കുന്ന നീഡിൽ ഫ്രഷ് ആയിട്ടുള്ള നീഡിലാണോ, അതിൽ ഡേറ്റ് ഉണ്ടാകുമോ, അവരെടുക്കുന്ന ഇങ്ക് കപ്പ് പുതിയ ഇങ്ക് കപ്പാണോ, അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ക് കപ്പാണോ, ഗ്ലൗസ് അവർ വെയർ ചെയ്തിരിക്കുന്ന ഗ്ലൗസ് പ്രോപ്പറാണോ, അതുപോലെ അവർ നമുക്ക് റേസർ സ്കിന്നിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന റേസർ അത് പുതിയ റേസറാണോ അവർ പൊട്ടിച്ചിട്ടാണോ ചെയ്യുന്നത്, അതുപോലെ മെഷീനറീസ് എല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ടോ, സറൗണ്ട് റാപ്പ് ആണോ. സോ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ടാറ്റു ആർട്ടിസ്റ്റ് ഹൈജീനായിട്ട് നിങ്ങൾക്ക് ടാറ്റു ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവർ പറയുന്ന പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സറൗണ്ടും കാര്യങ്ങളും എല്ലാം വൃത്തിയും വെടിപ്പും ഉള്ളതാണോ എന്ന് പരിപൂർണവശവും നിങ്ങൾക്ക് പരിശോധിക്കാം. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതെല്ലാം റാപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ചുറ്റുപാട് വീക്ഷിക്കുക. പിന്നെ ആര് എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ള ലാസ്റ്റ് 10ാമത്തേനുള്ള ഉത്തരം. നിങ്ങൾക്കൊരു ടാറ്റു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ആർട്ടിസ്റ്റാണ് ചെയ്യേണ്ടത്, ഏത് സ്റ്റൈലിലാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് എവിടെയാണ്, നിങ്ങൾക്ക് ബൈസിൽ വേണോ ഫോറാമിൽ വേണോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. ഡിസൈനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. നിങ്ങളും ആർട്ടിസ്റ്റും കൂടെ സംസാരിച്ച് 70-30 എന്നുള്ള ഒരു റേഷ്യോയിൽ, അതായത് നിങ്ങളെ 30% ഐഡിയയും ആർട്ടിസ്റ്റിൻ്റെ 70% ആർട്ടിസ്റ്റിക് വർക്കും കൂടെ അതിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടാറ്റു ക്രിയേറ്റ് ആവും. അതായത് നിങ്ങളുടെ സ്കിന്നിന് ഏത് ഡിസൈനാണ് ആപ്റ്റ് ആവുന്നത്, അത് ഏത് സ്റ്റൈലിൽ ചെയ്താൽ നന്നാകും, അത് എത്രത്തോളം ഇങ്ക് ആഡ് ചെയ്യാൻ പറ്റും, അതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർട്ടിസ്റ്റ് പറയുന്നതും കൂടെ കേട്ടുകൊണ്ട് നിങ്ങളൊരു ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ടാറ്റു കിട്ടും. അത് എവിടെ നിന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ബാക്കി ഗൂഗിൾ റിവ്യൂസ് കാര്യങ്ങൾ പിന്നെ അവരുടെ പ്രീവിയസ് വർക്ക് അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോ ഒന്ന് വിസിറ്റ് ചെയ്യാം. കൺസൾട്ടേഷൻ ഇപ്പോൾ എല്ലാ സ്റ്റുഡിയോയിലും അവൈലബിൾ ആണ്, കൺസൾട്ട് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓക്കെ ഇത് കൊള്ളാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടാറ്റു ചെയ്യാൻ പാടുള്ളൂ. കാരണം അതൊരു കുട്ടിക്കളിയല്ല. ഒരു സ്ഥലത്ത് ഓടിപ്പോയിട്ട് ഒരു 1000 രൂപ കൊടുത്ത് ഒരാൾ ടാറ്റു ചെയ്ത് ഉടനെ ടാറ്റു ചെയ്ത് നമ്മുടെ സ്കിന്നാണ് ബ്രോ. അത് കംപ്ലൈൻറ്റ് ഉണ്ടാവാം, ക്യാൻസർ ഉണ്ടാവാം, സോ ഡയബറ്റീസ് ഉണ്ടാവാം, പിന്നെ HIV ഉണ്ടാവാം. സോ ലോട്ട് ഓഫ് റിസ്ക്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടാറ്റൂയിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര് എവിടെ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. ഹൈജീൻ മെത്തേഡ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണോ ചെയ്യുന്നത്, അവരുടെ എക്സ്പീരിയൻസ് വർക്ക് ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു ടാറ്റൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരാളൊരു 10,000 രൂപയുടെ ടാറ്റു ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ചെയ്യുമ്പോൾ ഒരു 1000 രൂപീസിന് ചെയ്തു തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളെ സ്കിന്നിലാണ് ചെയ്യുന്നത്. അത് പ്രോപ്പറായില്ലെങ്കിൽ പിന്നെ കവറപ്പ്, അതുപോലെ തന്നെ ലേസറൊക്കെ ചെയ്ത് റിമൂവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇൻഫർമേഷൻ കൂടെ എക്സ്ട്രാ പറഞ്ഞുതരാം. കവറപ്പ് ടാറ്റു അല്ലെങ്കിൽ ടാറ്റു റിമൂവൽ സർവീസിന് വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം അവർ ചോദിക്കുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവൈലബിൾ ആണോ എന്ന്. നമ്മൾ ടച്ച് ഓഫിങ്ങിൽ ഇതുവരെ ലേസർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ടാറ്റു നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ടാറ്റു ഒക്കെ ആണെങ്കിൽ നമുക്ക് 1 സിറ്റിംഗ് 2 സിറ്റിംഗ് കൊണ്ട് ലേസർ കവറപ്പ് ചെയ്യാം. പക്ഷേ വലിയൊരു 4 ആം ടാറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലേസർ സിറ്റിംഗ് ചെയ്യാൻ തന്നെ ഒരു പ്രാവശ്യം സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21 ഡേയ്സ് എടുക്കും വീണ്ടും അവിടെ സ്കിന്ന് ഫോമായി വരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഫുള്ള് സ്കിന്ന് റേഡിയേഷൻ പ്രോപ്പർ ഒരു ഡെർമറ്റോളജി അറിയാവുന്ന ഒരു ഡോക്ടർ ഇത്ര റേഷ്യോയിൽ നിങ്ങളുടെ സ്കിന്നിൽ അടിച്ചടിച്ച് അത് കംപ്ലീറ്റ് പോകും. അപ്പോൾ അവിടെ ഉണ്ടാവും. 21 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും അവിടെ സ്കിന്ന് വരും. നിങ്ങൾ വീണ്ടും ഇത് റിമൂവ് ചെയ്യും. 21 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും സ്കിന്ന് വരും, വീണ്ടും റിമൂവ് ചെയ്യും. അങ്ങനെ 5 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്കിന്ന് വരണോ വേണ്ടേ എന്നുള്ളത് സ്കിന്ന് തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ ടാറ്റു ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെയ്താൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. അതല്ലാണ്ട് ആരെങ്കിലും ചെയ്തത് കണ്ട് ഇൻസ്പയർഡായി ഓടിപ്പോയി ഓക്കെ ഞാനൊരു ടാറ്റു ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും ടാറ്റു ചെയ്യലും. അത് ഒരു ടാറ്റു ടാറ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റു ഈസ് എ പവർ, ടാറ്റു കൾച്ചർ, ടാറ്റു ഒരു ഡ്രീമാണ്, ടാറ്റു ഈസ് എ മോട്ടിവേഷൻ, ടാറ്റു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഉദാഹരണത്തിന് ചിലപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ടാറ്റൂസ് നല്ല മീനിങ് ഫുൾ ടാറ്റൂസാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള തീം ബേസ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ടാറ്റു ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് കവറപ്പ് ചെയ്യേണ്ടി വരത്തില്ല, റിമൂവ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് ടാറ്റു ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ സ്റ്റുഡിയോ ട്രിവാൻഡ്രം ടച്ച് ഓഫിംഗ് ആണ്. ഇവിടെ 10-ൽ പരം കൂടുതൽ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പ് ആർട്ടിസ്റ്റുകളും ഇവിടെ ഉണ്ട്. സോ പ്രോപ്പർ കൺസൾട്ട് ചെയ്യുക, ഡിസൈൻ മേക്ക് ചെയ്യുക, എപ്പോൾ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുക, ടാറ്റു ചെയ്യുക. ബൈ. അപ്പം സേഫായിട്ട് ചെയ്യുക, ആലോചിച്ച് ചെയ്യുക, തിങ്ക് ചെയ്ത് ചെയ്യുക, ഹറിബറിയൊന്നുമില്ല. ഓക്കെ, ബൈ.